ഏറ്റവും പീക്ക് സ്ഥലങ്ങളിൽ ഒന്നാണിത്. അതായത് നമ്മുടെ മറീനയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ആ ഒരു ഏരിയ വരുന്നത് നമുക്ക് പെട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഒരു ബീച്ച് ഏരിയ ആണ്. ബീച്ച് കേന്ദ്രീകരിച്ച് ഇവിടെ ഇത്ര വലിയ ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ബീച്ച് കേന്ദ്രീകരിച്ച് ഒരുവിധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അനുവദിക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം ഇതെല്ലാം കടൽ കൊണ്ടുപോകുന്നു. വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്നവരൊക്കെ തന്നെയാണ് ഈ പറയുന്ന ആളുകളെല്ലാം അവിടെ. അപ്പോൾ കടൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ അതുവരെയും ബിസിനസ്സിൻ്റെ ഏറ്റവും അത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. സാധ്യതകളുള്ളൊരു സ്ഥലം തന്നെയാണ് ബീച്ച് എന്ന് പറയുന്നത്. നോക്കിയാ ദുബായിൽ ഏറ്റവും വലിയ ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുക, വിൻഡ് മീൻ. അത് ബീച്ചിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള സ്ഥലത്താണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും നോക്കൂ. ഒരു ബീച്ച് എത്ര മനോഹരമാക്കാം എന്നുള്ളത് അത് ദുബായ് വന്ന് തന്നെ കാണണം. എൻട്രൻസ് ആണ് ചെറിയ സ്മോൾ ബീച്ച് കഫേ. അത് നൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ബാക്കോട്ട് നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലക്ഷറി ഹോട്ടലിൽ പോയ ഫീലാണ് നമുക്ക് ഇവിടെ. ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഗോവയിലും മറ്റും ഇതുപോലുള്ള ബീച്ചുകൾ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുപോലൊരു പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് എങ്കിലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് നിലനിൽക്കൂ എന്നുള്ള കാര്യം അറിയാതെ കുറേ ആളുകൾ വരുമ്പോൾ അവരെ ക്രൗഡ് കൂട്ടി ഇതിൻ്റെ ഒരു കൗണ്ടറാണ് വരുന്നത്. അതായത് ഇവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആളുകളെ എടുത്തിട്ട് ഈ പറയുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുചെന്നിട്ട് ആ ഒരു ഗെയിമിംഗ് ഏരിയയിൽ ഫുൾ ഓഫ് കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അതിനൊരു നിശ്ചിതമായിട്ടുള്ള തുകയാണ് ഇവർ ഈടാക്കുന്നത്. അതിൽ എത്രയേറെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വാട്ടർ പാർക്ക്, നാച്ചുറൽ വാട്ടർ പാർക്കാണ് ഇത് യഥാർത്ഥത്തിൽ. വളരെ നല്ല പോലെ തന്നെ അത് നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. കാരണം നല്ലൊരു ആശയമാണിത്. ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് ഗവൺമെൻറ്റിന് എന്ത് നേട്ടമാണ് എന്നാണ് നമ്മുടെ അവിടുത്തെ ചോദ്യം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരും. ആ ജനങ്ങൾ വളരുമ്പോൾ ആ നാട് വളരും. ആ നാട് വളരുമ്പോൾ അതിൽ നിന്നുള്ളൊരു വരുമാനം ഗവൺമെൻറ്റിലേക്ക് ഉണ്ടാകും. അപ്പോൾ അവിടെ ആളുകൾ കൂടുതൽ അട്രാക്റ്റീവായി ഇതുപോലെ ബീച്ചുകൾ ഇതൊരു എത്ര മനോഹരമായിട്ടാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഇവിടുന്ന് ട്രെഡ്ജ് ചെയ്ത് ഇങ്ങോട്ടിട്ട് ഇവിടെ ലാൻഡ് ഏരിയ ആക്കി ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ് സെറ്റ് ചെയ്തിരിക്കുക ബീച്ച് ഏരിയ. നേരത്തെ ഇങ്ങോട്ടുള്ളൊരു ആക്സസ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇത് ഓപ്പൺ ആയത്. ഓക്കെ, ഓരോ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാതെ അവരെ റിജക്റ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിന് പോസിബിലിറ്റി നോക്കുകയാണ്. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മളിതൊക്കെ എന്നാണോ കണ്ടുപഠിക്കുന്നത്? ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. 5 ഹോട്ടലിൻ്റെ വാട്ടർ സ്പോർട്സ് ഏരിയ ആണിത്. എല്ലാ സാധനവും ഇരിപ്പുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. നോക്കിയേ, അതിൻ്റെ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ അതിന് അത്രയേറെ ആ കാഴ്ചകൾക്ക് വളരെയേറെ മനോഹാരിത കൂടുകയാണ്. നോക്കൂ, നമുക്കിപ്പോൾ ഇതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബീച്ച് ഏരിയയാണ്. നമ്മുടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതെ അത് വളരെ അതിന് യഥാർത്ഥമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അത് നിക്ഷേപിക്കാനുള്ള പ്രത്യേകം സൗകര്യങ്ങൾ, ആളുകൾക്ക് വന്നാൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഒരു ബീച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് ജനങ്ങൾക്കായി വിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ നിന്നൊരു നിശ്ചിതമായ തുക ഗവൺമെൻറ് ഈടാക്കുന്നു. അത്രയാണ് ആ നാടിൻ്റെ വികസനം. ഇവിടെ ഇപ്പോൾ ഇത് പ്രൈവറ്റ് ബീച്ചൊന്നുമല്ല, ഇത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ബീച്ച് ഫെസിലിറ്റീസാണ്. കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ബോട്ട്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതായത് എന്തെങ്കിലും ഒരു രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുവാനായി അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ബോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ഗാർഡ്സ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടല്ല, അത് അവിടെ ഇവിടെയും വന്ന് നിന്ന് ഉറങ്ങുന്ന ലൈഫ് ഗാർഡൊന്നുമല്ല, പ്രോപ്പറായിട്ട് പണിയെടുക്കുന്ന പിള്ളേരെ കാശ് കൊടുത്ത് നിർത്തിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ പിള്ളേർ പണിയെടുക്കുന്നില്ലെന്നല്ല, അവർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, തോന്നിയതുപോലെ കാണിച്ചാൽ അവർ അതുപോലെയല്ലേ ചെയ്യും. അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയർ പ്രവർത്തിക്കുന്ന ഒരു ബീച്ചാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ദുബായിലെ മറീന ബീച്ച് എന്ന് പറയുന്നത്.
മറീന ബീച്ച് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ബീച്ചുകളും ഇത്രയും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. ഒരു ബീച്ചുകളിലും സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയ ഇല്ലാതെ എല്ലാ ഏരിയകളിലും അത്രയേറെ പ്രൊട്ടക്റ്റീവായിട്ട്, അത്രയേറെ വൃത്തിയായി, അത്രയേറെ നോക്ക്, ഓരോ വളരെ വമ്പം ഹോട്ടലുകളാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അത് ഈ ഒരു ചെറിയ ചുറ്റളവിൽ നിന്ന് കിട്ടുന്നതാണ്, ഈ ഒരു ബീച്ച് ഏരിയയിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ ബീച്ച് ഏരിയകളിൽ മറ്റും ഒന്നും ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനുള്ള CRZ അത് ഇത് അങ്ങനെ ഓരോ നിയമക്കുരുക്കുകളാൽ നമ്മുടെ നാടിനെ കുരുക്കിയിട്ടിരിക്കുക. CRZ എന്നതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ? അത് ഈ പറയുന്ന CRZ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കടലിൻ്റെ അടുത്ത് ഇത്ര മീറ്റർ ദൂരെ താമസിക്കാൻ പറ്റാത്തതായിട്ടുള്ള നിയമം. അതിൻ്റെ സീക്രട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തീരദേശവാസികളെയെല്ലാം തീരത്തു നിന്ന് ഒഴിപ്പിച്ച് അവിടെ വൻകിട കമ്പനികൾക്ക് കൈമാറുവാനാണ്. അതിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിയമക്കുരുക്കുകളാൽ നമ്മളെ അവിടെ കുഴച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതിലുപരി ആ നാട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റ് ഉയർത്തിക്കൊണ്ട് വരേണ്ട ഗവൺമെൻറ് അത് നടക്കില്ല, ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ എതിർപ്പുകളും മറ്റും ഉണ്ടാകുന്നത്. ഒരു നാടിൻ്റെ നാശം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇന്ന് ഇവിടെ അങ്ങനല്ല. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അതിന് വേണ്ട പ്രൊസീജിയർ അവർ കറക്റ്റാണോ, എല്ലാ രീതിയിലും അവർ അതിന് എലിജിബിൾ ആണോ എന്ന രീതിയിൽ ചെക്ക് ചെയ്തിട്ട് അതിന് അലോ ചെയ്യും. അത് ഇന്ന ദേശമെന്നോ ഇന്ന ഇതൊന്നോ ഒന്നുമില്ല. നമ്മളപ്പോൾ എന്തുവാ, സ്വന്തം ദേശത്ത് അതിനായിട്ടുള്ള അനുവാദം നൽകാതെ മറ്റു ദേശങ്ങളിൽ വന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്നിരുന്നാലും നമ്മൾ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ട ആളുകളാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക. ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് അത്രയാണ്. ഇതിന്ന് ഇവിടെ നിന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. എന്നാലും പറഞ്ഞല്ലേ വരുന്നുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ ആരെങ്കിലും കേൾക്കുമോ എന്നറിയാൻ വേണ്ടി ഇതെല്ലാം കാണിച്ചുകൊണ്ട് പറയുന്നത്. അപ്പം എന്തായാലും ബീച്ച് പോലെ തന്നെയാണ് അവിടുത്തെ സ്ട്രീറ്റ്. നോക്ക്, ഈ പറയുന്ന ഒരു ബീച്ചിനോട് അനുബന്ധമായിട്ട് വരുന്ന സ്ട്രീറ്റാണ്. അവിടെ ബീച്ചിലേക്കുള്ള വഴിയാണിത്, മനസ്സിലായോ? അവിടെ ഏകദേശം ആ ഒരു തനിമ ഒട്ടും കൈവിടാതെ തന്നെ, മനസ്സിലായോ? കാര്യം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ, ഒരു ബീച്ചിലേക്കുള്ള എൻട്രൻസ് വേ അത് കറക്റ്റായിട്ടുള്ള ഇത്രയും ബിൽഡിങ്ങുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇവിടെ. അതെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ഇത്ര വർഷം മുൻകൂട്ടി കണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന്. നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ അടിച്ചാക്ഷേപിക്കുന്നതൊന്നുമല്ല. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഈ പറയുന്ന കാശുള്ളവനെയും ഈ അല്ലാതെ കിമ്പളം കൊടുക്കുന്നവനെയും മാത്രം പരിരക്ഷിക്കാതെ ആ നാടിനെ കൂടെ സംരക്ഷിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാണിച്ചാൽ മതി. ഇത് നോക്ക്, ഇതൊന്നും ജനങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത്ര വർഷങ്ങളായി, കാലാകാലങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളെല്ലാം ഈ വല്ല നാട്ടിലും വന്ന് കിടക്കുന്നത് അതല്ലേ കാരണം. നിങ്ങൾക്ക് ആകെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരിക, അവരെ പരിപോഷിപ്പിക്കുവാനായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ എന്നും പണക്കൊഴുപ്പുള്ളവൻ മാത്രം ജീവിച്ചാൽ മതി എന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം എന്താ ഇതുപോലെ എത്രയോ സാധാ തൊഴിലാളികൾ, അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. രാവിലെ മുതൽ പാതിരാത്രി വരെ തുച്ഛമായ ശമ്പളത്തിന് വല്ല രാജ്യത്തും വന്ന് കിടന്ന് ജോലി ചെയ്യുക. സ്വന്തം രാജ്യത്ത് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത്രയെല്ലാം ഫെസിലിറ്റീസ് ഈ രാജ്യം പ്രൊവൈഡ് ചെയ്തിട്ടും നമ്മൾ നമ്മുടെ നാട്ടിനെ സ്നേഹിക്കുന്നത്, നമ്മുടെ നാട്ടിലോടുള്ള ആത്മാർത്ഥത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ഏതൊരു മനുഷ്യനും. ഇപ്പോൾ ഇന്ന് യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോയി നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഒരു തലമുറ മൊത്തം ആ രാജ്യം വിട്ടുപോയി മറ്റൊരു രാജ്യത്ത് ചേക്കേറിയിരിക്കുക. അതിനുള്ള കാരണം എന്താ? അവർക്ക് അവിടെ ഫെസിലിറ്റീസ് ഇല്ല, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട, അവർക്ക് തൊഴിലില്ല, വേറെ ഒന്നും വേണ്ട. അവർക്ക് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവർക്ക് തൊഴിലില്ല, മനസ്സിലായോ? നമ്മുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നീ പോലീസ് കേസാണ്. ഈ ലാസ്റ്റ് ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥാപനം നാട്ടിൽ തുടങ്ങി. അതിൻ്റെ ഒരു 2-3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം മോച്ചർ സ്റ്റേഷനിൽ എത്ര പരാതികൾ ചെന്ന് അത് നമ്മളെ ഇല്ലാതാക്കുക,
അല്ലാതെ അതിനുപരി വേറെ ഒരു ഉദ്ദേശത്തോടു കൂടിയോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ അവർക്ക് കാര്യം അറിയാം, ഇന്നതാണ് സംഭവം, നമ്മൾ അല്ലെങ്കിൽ നിഷ്കൃതമായിട്ടുള്ള പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല എന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ അവർക്ക് വരുന്ന കേസുകൾ ഇങ്ങനെയാണ്, ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക. അതായത് ഇവരല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ചെന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പാർട്ടിക്കാരില്ല, വേറെ ഒന്നുമില്ല, കോടതിയില്ല, ഒന്നുമില്ല. പണമുള്ളവന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ടും സംസാരിക്കാനായിട്ടും ആളുകൾ മാതിരി വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഡെയിലി ചെല്ലുമ്പോൾ ഒരു 10 കതറിട്ടവരുമായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് എന്തുവാ പാർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞതിനാ. റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ച ഒരു ഡോക്ടറോട്. ആ നാടാണ് നമ്മുടേത്. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ നിയമങ്ങൾ, പേടിക്കുന്ന നിയമമൊന്നും വരണമെന്നൊന്നും പറയുന്നില്ല. ആ നിയമങ്ങൾ, നിലവിലുള്ള നിയമങ്ങളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന കർമ്മം കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ബോധം, ചെയ്യുന്ന തൊഴിലിനോടൊരു ആത്മാർത്ഥത ചെയ്യുന്ന ആളുകൾക്കുണ്ടായാൽ എല്ലാ കാര്യങ്ങളും ശരിയാവാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ നിന്നും കിമ്പളം വാങ്ങിച്ച് ഇവിടെ നിന്നും ശമ്പളം വാങ്ങിച്ച് ഒരു നാടിനെ നശിപ്പിക്കാനായിട്ട് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഒന്ന് നിർത്തിയാൽ മതി. ഒന്നുമില്ലെങ്കിലും ആ നാട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് ജീവിക്കണം, ആ നാട് ഒന്ന് വികസിച്ച് കാണണം, അത്രേ ഉള്ളൂ. ഇത്രയെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? നമ്മൾ ഒന്നും എന്നെ ആശ്ചര്യപ്പെടുത്തുന്നില്ല. ഈ നാടെന്നെ ഇതുവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടില്ല. ഈ നാടെന്നെ എപ്പോഴും പരിപോഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ജീവിതം എന്തെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിങ്ങോട്ട് തന്നെ വരണം. അവരുടെ ജീവിത ശൈലിയും അവർ ഓരോ മനുഷ്യനും ആരെയും ഇവിടെ പിടിച്ചു കെട്ടി മറ്റേ നിയമക്കുരുക്കുകളാൽ ഒന്നും ഉണ്ടാക്കിയെന്ന് വിട്ടിട്ടില്ല. ആർക്ക് വേണേലും ഫ്രീ ലൈനായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്തു പോവാം. പക്ഷേ അത് കറക്റ്റായിരിക്കണം, അത് കറക്റ്റ് പ്രൊസീജിയറിലായിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അതിന് അതിൻ്റെ ആ ഒരു കാരണം കൊണ്ടാണ് ഈ നാട് ഇന്നിങ്ങനെ വളർന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പറയുന്നത് പോലെ നേച്ചറിനെ നശിപ്പിച്ചിട്ടല്ല, ആ നേച്ചറിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു നേച്ചറുണ്ട്. ആ നേച്ചറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്ന് ആ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നതിലല്ല കാര്യം. കാലാകാലങ്ങളായി 4 ബൾബും ട്യൂബും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോക്ക്, 10,000 ലൈറ്റ് ഉണ്ട്, ഡെയിലി മാറുന്നുണ്ട് ഇവിടെ. അല്ലാതെ ഒരു പോസ്റ്റിലെ ബൾബ് മാറുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു റോഡ് നന്നാക്കുന്നതല്ല. ഇതെല്ലാം നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതാണ് ആകെ നമുക്ക് വേണ്ടിയിട്ട് എത്ര വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായി ചെയ്യുന്നത്. പിന്നെ എന്ത് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ ജനങ്ങളെ പരിപോഷിപ്പിക്കൂ, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർ വളരുന്നതും അവർ ഡെവലപ്പ് ആകുന്നതും ഒക്കെ കാലാകാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. കൊട്ടാരം പോലത്തെ വീടുകൾ വെക്കുന്നതും അവർ രാജാവിനെ പോലെ ജീവിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങൾ, പീപ്പിൾസ്